റൈഡിൻ്റെ വണ്ടി കയറാവുന്നതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഒരു മലയുടെ മുകളിലേക്ക് നമ്മൾ ട്രക്ക് ചെയ്ത് കയറാൻ പോകണം. അപ്പോൾ ആ മലയെ കാണിച്ചു തരാം നിങ്ങൾക്ക്. മുകളിലേക്ക് കാണാം, ഈ മലയുടെ മുകളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്തോരം നടക്കാനുണ്ട് അവിടെ രോഹിത്തെ? ഓ ഷിറ്റ് ഗൈസ്, അപ്പോൾ നല്ല കുത്തനെ കയറ്റാന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ തവണ നാടുകാണി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ പോയിട്ട് ഇവിടെ കയറി നമ്മളൊന്ന് കുറച്ച് നേരമൊക്കെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് കുറച്ച് ഫുട്ടേജസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങണം. രോഹിത്, നമ്മൾ തിരിച്ചങ്ങോട്ട് പോകാൻ പ്ലാൻ? ഇനി നെക്സ്റ്റ് നമുക്ക് പുന്നാർ വാട്ടർഫോൾസ് പിന്നെ മക്കുവള്ളി വില്ലേജിനും കൂടെ പോകാം. മക്കുവള്ളി വില്ലേജിനും ഓക്കെ. അവൻ ദൂരം ഇവിടുന്ന് തിരിച്ചിറങ്ങിയോ അല്ലെങ്കിൽ ഇതുവഴി കാണുന്ന വഴി കൂടെ പോകണം. 2 റൂട്ടുണ്ട്. ഇത് പോയാലൊരു 6-7 കിലോമീറ്റർ. അടിപൊളി, സൂപ്പർ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാര്യം കട്ടപ്പൊക്കെയാണെന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ വിഷ്വൽസും ഭംഗിയും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യും. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ മല കയറിക്കൊണ്ടിരിക്കണുണ്ടോ? അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, 4 പേരുണ്ട്. ബിലാൽ, നായർജി ഉണ്ട്, അതുപോലെ തന്നെ രോഹിത് ഉണ്ട്. അപ്പോൾ രോഹിത്താണ് നമ്മൾ ലീഡ് ചെയ്യണം. അപ്പോൾ രോഹിത് നമ്മുടെ ഇവിടെ തന്നെ കഞ്ഞിക്കുഴി അവിടെ തന്നെ നേറ്റീവാണ് രോഹിത് വരുന്നത്. അപ്പോൾ ആനപ്പിണ്ടം കാണാൻ പറ്റുന്നുണ്ടോ? ഗൈസ്, ആനപ്പിണ്ടം നല്ല ഫ്രഷ്, കുറച്ച് പഴകിയ ആനപ്പിണ്ടാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ മല കയറി ഒരു ഫ്ലാറ്റ് സർഫസിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ ഒരു നേരെ കാണുന്ന ടോപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടേക്കാണ് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ പോണ വഴിക്ക് തന്നെ എവിടെ ഒരു കുളം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുളവും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ്, നമുക്കൊരു വല്ലാത്തൊരു വൈബായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിതാ കാട്ടിക്കൂടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ടിൽ രോഹിത്തും ബിലാലുണ്ട്, പുറകെ നായരുണ്ട്. എന്താടാ ഗൈസ്, ആന കിടന്നുറങ്ങിയ സ്ഥലം കാണണം. ഇതാണ് കേട്ടോ ആനയുടെ ബെഡ്റൂം. ആന ഇവിടെ രാത്രി ടെൻ്റ് അടിച്ചെന്ന് തോന്നുന്നു. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഏതാണ്ട് വഴികൾ പിന്നിട്ടിരിക്കുന്നു. നമ്മൾ പാൽക്കുളത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ കുളം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. കൊല്ലങ്ങൾക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് എനിക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം ക്യാമറയുടെ ബാറ്ററി തീർന്നു പോയി കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ ഒരു വകുപ്പില്ല. അപ്പം എൻജോയ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുളം തേടി വന്ന് ഒരു പാറയുടെ മുകളിൽ നിൽക്കണതാണ്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് കുളമൊന്നും കാണാനില്ല. എന്തായാലും നമ്മളിനി അടുത്ത കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനിലാണ്. എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്ത് വെള്ളം കുടിച്ചിട്ട് റിലാക്സ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് വെയിലൊന്നും തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം ഒരു ടയർഡ്നെസ് ഉണ്ട്. ഒരു നല്ല തണുത്ത കാറ്റ് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ റിലാക്സ് ചെയ്തിട്ട് പോകായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി കുളം തേടി പോണ വീഡിയോസ് അടുത്ത സീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും എല്ലാവരും സ്റ്റേ ട്യൂൺ. ഗൈസ്, അപ്പോൾ ചെറിയ സീനുണ്ട്. അപ്പോൾ അതായത് നമ്മൾ വന്ന വഴി മാറിപ്പോയി. കുളത്തിൻ്റെ അങ്ങോട്ട് പോണത് വേറൊരു വഴിയായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ആ കുളത്തിൻ്റെ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൻ കറക്റ്റ് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ച് ഇത് തന്നെ 2 കിലോമീറ്റർ ഇറങ്ങിയിട്ട് കുളത്തിൻ്റെയും അരുവിയുടെ അങ്ങോട്ടാണ് പോണത് കേട്ടോ. എന്തായാലും അവിടെ എത്തിയിട്ട് ഇനി ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ വഴി നമ്മൾ ഉണ്ടാക്കി പോകണം. കാരണം കാടിലേക്കുള്ള വഴിയൊന്നുമില്ല, നമ്മൾ സ്വയമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, സൂപ്പർ അടിപൊളി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോകണാണ്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത ശരിക്കും കുളത്തിന് അങ്ങോട്ട് പോകണം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രയാണം പിന്നെയും ഫുഡ് കഴിച്ചിട്ട് തുടരണയാണ്. കാട്ടിക്കൂടെ ആരും സഞ്ചരിക്കാത്ത മറ്റുള്ള വഴി ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ ആ ഒരു കുളം തേടി പോണത് കേട്ടോ. ഗൈസ്, ആന
ഏത് സമയത്തും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് പോകണം ഗൈസ്. ഇത് ഭയങ്കര റിസ്കി ഏരിയ ആണ് കേട്ടോ. അതായത് ഏത് സമയത്ത് ഏത് കാട്ടിനകത്ത് ആന ഉണ്ടാവും. കാരണം ഇങ്ങോട്ടേക്കൊന്നും ആൾക്കാർ വരാത്ത സ്ഥലമാണ്. നമ്മൾ ആ ഒരു കുളം തേടിയുള്ള യാത്രയിലാണ് ഇപ്പോൾ ഗൈസ്. നോക്കൂ, ആന റെസ്റ്റ് എടുത്തിരിക്കുന്ന സ്ഥലം, ആനയുടെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ. പാൽക്കുളമേട്ടിൽ നിങ്ങൾ ആരും കാണാത്ത റിസ്കി വീഡിയോസാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. റിസ്കി എക്സ്പ്ലോറേഷൻ, ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. ഒരാന എതിരെ വന്ന് തിരിച്ച് ഓടാനുള്ള സ്ഥലം പോലും ഇല്ല. കമാൺ കമാൺ, ഒറ്റ തെന്നി പോക്ക്. ചാട് ചാട്. എടാ എടാ ഇതിനും വേണ്ടി നടന്നു പോയാൽ ഇത്ര ചെടി ഉണ്ടാവില്ലല്ലോ. അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യ. അയ്യോ ഗൈസ്, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ചങ്കൂറ്റം, അതെന്ത് റിസ്ക് എടുത്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ചങ്കൂറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് വരാം കേട്ടോ. നല്ല അടിപൊളി വൈബും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പം ഞങ്ങൾ ഈ പോണ വഴി എന്ന് പറഞ്ഞാൽ വഴി പോലും ഇല്ല, കാടാണ്. കാട്ടിൽ കൂടെ ഞങ്ങളെൻ്റെ സ്വയം വഴി ഉണ്ടാക്കി പോകണം. തിരിച്ചു വരാനുള്ള വഴി പോലും അറിയാൻ പാടില്ല. ഒരു കുളം, ഒരു ഗുഹയും തേടിയുള്ള പോക്കാണ് ഈ പോണത്. ഗൈസ്, അപ്പോൾ ഒരു 1.5-2 മണിക്കൂറത്തെ കഠിനമായ ട്രക്കിങ്ങിൻ്റെ ഫലമായിട്ട് നമ്മൾ നമ്മുടെ സ്പോട്ട് കണ്ടെത്തി. അപ്പോൾ വഴി അറിയാൻ പാടില്ല, കാട്ടിക്കൂടെ തന്നെ നല്ലൊരു എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയത്. അപ്പോൾ സ്പോട്ടിലേക്ക് ഇനി വെറും ജസ്റ്റ് ഒരു നിസ്സാര ഫീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സ്പോട്ട് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നിങ്ങൾ കാണുക ഗൈസ്. ഇതാണ് ആ കാണുന്ന വ്യൂ കേട്ടോ. അതായത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഒരു കാടിൻ്റെ ഉള്ളിൽ 2 മണിക്കൂറത്തെ ട്രക്കിങ് ചെയ്ത് വരുമ്പോൾ ഉള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഒരു പട്ടിക്കുഞ്ഞോടെ ഇല്ല. ഓക്കെ, പിന്നെ നമ്മളെപ്പോലെ തന്നെ പ്രാന്തുള്ള 2-3 അളിയന്മാർ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരവിടെ വെള്ളത്തിലുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്താണെന്നുള്ള അവസ്ഥ. ഇതുപോലെ തന്നെ എന്തോ ഒരു ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിന് എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും ഇന്നത്തെ ദിവസം ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ച്. അപ്പം പോയിക്കൊണ്ടിരിക്കണേണ് ഗൈസ്. എൻ്റെ പൊന്നു വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല കേട്ടോ. അതേ കാണണം ആ കുളം. അങ്ങനെ നമ്മൾ നമ്മുടെ പാൽക്കുളം കണ്ടെത്തിയിരിക്കുന്നു, പാൽക്കുളമേട്ടിലെ. അയ്യോ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഷ്ടപ്പെട്ടാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ഞങ്ങൾ ഈ ഒരു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ 2-3 തവണ തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്തു. പക്ഷേ ഓരോരുത്തരുടെ നമ്മുടെ ടീമിലുള്ള ഓരോരുത്തരും അങ്ങനെ മാറി പുഷ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ വരെ എത്തിയത്. എന്തായാലും നല്ല സന്തോഷമുണ്ട് ഈ ഒരു വ്യൂ കാണാൻ പറ്റിയത്. ഇതെന്താണ് 5 സ്റ്റാർ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ടല്ലോ. ഗൈസ്, കുളം നമ്മൾ തേടി വന്ന കുളമാണ്ടത്. ഈ ഒരു കുളത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്ര 2 മണിക്കൂർ ട്രക്ക് ചെയ്ത് ഇവിടെ എത്തിയത്. ആരേ എന്താണ് കാലിലെന്താ പറ്റിയേ? ആ ഗൈസ്, ഒരു രക്ഷയില്ലാടാ. ഇതൊന്നൊക്കെ നോക്കടാ. എന്റെ പൊന്നളി, ഇതേ മോളിൽ നിന്ന് എന്നൊക്കെ അറിയി. മഞ്ഞും